السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. أهلا وسهلا ومرحبا بكم جميعا إلى قناتنا. അറബിക് ടീച്ചർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളെല്ലാവരും സ്ക്രീനിൽ കാണുന്നത് പോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA അറബിക്കിൻ്റെ 5th സെമസ്റ്ററിലുള്ള കൊമേഴ്ഷ്യൽ ആൻഡ് ബിസിനസ് അറബിക് എന്നുള്ള പാഠപുസ്തകമാണ്. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ മഹ്തവിയാത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 യൂണിറ്റായിട്ടാണ് നമുക്ക് വരുന്നത്. ഒന്നാമത്തേത് ബിസിനസ് അറബിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ്. അതിൽ ലെറ്ററുകളെക്കുറിച്ച്, അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച്, വിഭാഗങ്ങളെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ വിവിധ തരത്തിലുള്ള ലെറ്ററുകളാണ് രണ്ടാമത്തെ വഹദ യൂണിറ്റ്. മൂന്നാമത്തേത് പിന്നെ പല വിധത്തിലുള്ള കാർഡുകൾ, ബില്ലുകളൊക്കെ തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ മുഖദ്ദിമ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അൽ വഹദത്തുൽ ഊല ഒന്നാമത്തെ യൂണിറ്റ് അൽ അറബിയ അത്തിജാരിയ, ബിസിനസ് അറബിയാണ്. അൽ റിസാല അൽ അറബിയ, അറബിക് ലെറ്റർ, കത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ന കിതാബത്ത് അൽ റിസാല, കത്തെഴുതുക എന്നുള്ളത് തീർച്ചയായും മിൻ അഹമ്മി വസഇലിൽ കിതാബത്തിൽ വളീഫിയ, നമ്മുടെ എഴുത്തിൻ്റെ മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കത്ത് എഴുതുക എന്നുള്ളത്. ഫി ഹയാത്തിൽ ബശരി, മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഹിയ, അത് കത്തെഴുതുക എന്നത് വസീലത്തുൻ, ഒരു മാർഗമാണ്, ലിൽ ഇത്തിസാലി, കണക്ട് ചെയ്യുന്നതിന് വേണ്ടി, ബൈന തറഫൈനി മുതബാഇദൈനി, വിദൂരത്തുള്ള രണ്ടറ്റത്തെ തമ്മിൽ യോജിപ്പിക്കാൻ. ഔ അദാത്തുൻ, അല്ലെങ്കിൽ അതൊരു ഉപകരണമാണ്, ലിതബാദുലിൽ അഫ്കാർ, പരസ്പരം ചിന്തകളെ കൈമാറാൻ വേണ്ടി. അവിൽ മഅലൂമാത്ത്, അല്ലെങ്കിൽ വിവരങ്ങളെ. അവിൽ റഗബാത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ, വികാരങ്ങളെയൊക്കെ. വഹിയ, കത്ത് എന്ന് പറയുന്നത് ഹദീസുൻ മക്തൂബുൻ, ഹദീസുൻ സംസാരമാണ്, മക്തൂബുൻ എഴുതപ്പെട്ട സംസാരമാണ്, ബൈന ശഖ്സൈനി രണ്ടാളുകൾക്കിടയിൽ, തബീഈനി സാധാരണ രണ്ടാളുകൾക്കിടയിൽ, ഔ അല്ലെങ്കിൽ ഔ ഇഅ്തിബാറൈനി ഖദ് യസ്ഉബു തലാഖീഹിമ ലിബുഅദിൽ മസാഫത്തി ബൈനഹുമ, രണ്ടാളുകൾക്കിടയിൽ പരസ്പരമുള്ള ദൂരത്തിൻ്റെ പേരിൽ കണ്ടുമുട്ടുന്നത് പ്രയാസമായതുകൊണ്ടുള്ള പിന്നെ ചില ഇടപാടുകളാണ്. യുഅബ്ബിറു ഫീഹ, അതിൽ അടയാളപ്പെടുത്തുന്നു, അൽ അവ്വലു ഒന്നാമത്തെയാൾ, അന റഗബാതിഹി വ തലബാതിഹി, തൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച്, തൻ്റെ തേട്ടങ്ങളെക്കുറിച്ചൊക്കെ. ഔ യറുദ്ദു ഫീഹ, അല്ലെങ്കിൽ അതിൽ മറുപടി പറയുന്നു, അലാ തലബാത്ത് വ റഗബാത്ത് അശ്ശഖ്സിൽ ആഖർ, മറ്റൊരാളുടെ തേട്ടങ്ങൾക്കും അതുപോലെ തന്നെ ആഗ്രഹങ്ങൾക്കും വികാരങ്ങൾക്കുമൊക്കെ മറുപടി പറയുന്നു. ഇങ്ങനെ രണ്ട് രീതിയിലാണ് അതുണ്ടാവുക. ഒന്നല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് എഴുതുന്ന കത്ത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന കത്തിന് നമ്മൾ അങ്ങോട്ട് മറുപടി പറയുന്നത്. ഓക്കെ. ലഹറ ഫന്നു കിതാബത്തി അർ-റസാഇൽ, ഈ കത്തെഴുതുക എന്നുള്ള ഫന്ന്, എന്നുള്ള ആ കല, അത് വെളിവായത് മുൻദു ഖദീം, അത് പണ്ട് മുതലേ ഉണ്ട്. ഹത്ത ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ പോലും അതുണ്ട്. സുമ്മ, പിന്നീട് നശഅത്ത് റിസാല, ഈ കത്ത് വളർന്നു. വസ്ദഹറത്ത്, അത് പ്രശോഭിതമായി. ഫിൽ അസ്രിൽ അബ്ബാസി, അബ്ബാസിയ കാലഘട്ടത്തിൽ. ഇസ്ദിഹാറൻ വാസിഅ, വലിയ ഒരു മുന്നേറ്റം ആ കത്തിൻ്റെ ആ ഫന്നിൽ ഉണ്ടാവുകയുണ്ടായി, ആ മേഖലയിൽ ഉണ്ടാവുകയുണ്ടായി. ബദ അൽ ബരീദു ഫി അഹ്ദി മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, അബൂ സുഫിയാൻ്റെ മകനായ റളിയല്ലാഹു അൻഹു, മുആവിയയുടെ കാലഘട്ടത്തിൽ പോസ്റ്റ് സമ്പ്രദായമൊക്കെ തുടങ്ങി. ഫിൽ ഖർനിൽ 20, 20-ാം നൂറ്റാണ്ടോടുകൂടി, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ, മഅ ഇന്തിശാരിൽ ആലാത്തിൽ മുഹ്ദിസ, ആധുനിക ഉപകരണങ്ങളുടെ വ്യാപനത്തോടുകൂടി, ലിതബാദുലിൽ അഫ്കാർ, എങ്ങനെയുള്ള ഉപകരണങ്ങളാണ്, പരസ്പരം ചിന്തകളെ കൈമാറാനുള്ള, വൽ അഖ്ബാർ, വാർത്തകളെ കൈമാറാനുള്ള, കൽബരീദിൽ ഇലക്ട്രോണി, ഇമെയിൽ പോലെ, ഫാക്സി, ഫാക്സിനെ പോലെ, ഇങ്ങനെയുള്ള ആധുനിക ഉപകരണങ്ങളുടെ വ്യാപനത്തോടുകൂടി, അസ്ബഹത്ത് റിസാല, ഈ റിസാല എന്നുള്ള ഫന്ന്, ഈ കത്തിടപാട് എന്നുള്ള മേഖല ആയിത്തീർന്നു. ഗൈറ മുഹിമ്മത്തിൻ, പ്രാധാന്യമില്ലാത്തതായിത്തീർന്നു. ബി ഖുദൂമി, വരവോടുകൂടി, ഹാദിഹിൽ വസഇലിൽ ജദീദ, പുതിയ ഈ ഉപകരണങ്ങളുടെ വരവോടുകൂടി.
റസായിലുൽ അറബിയ അറബി ലെറ്ററുകൾ ലഹ അവക്കുണ്ട് മീസാത്തുൻ പ്രത്യേകതകളുണ്ട് ഹാമത്തുൻ പ്രധാനപ്പെട്ട മിൻ റസായിലുൽ ലുഗാത്തുൽ ഉഖ്റ മറ്റുള്ള ഭാഷകളുടെ കത്തിനേക്കാൾ അറബി ഭാഷയിലുള്ള കത്തുകൾക്ക് പ്രാധാന്യമുണ്ട്, പ്രത്യേകതകളുണ്ട്. മിൻഹ അതിൽപ്പെട്ടതാണ് കിതാബത്തുൽ ബസ്മല ഫിൽ ബിദായ. കിതാബത്തുൽ ബസ്മല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതുക. ഫിൽ ബിദായ കത്തിന്റെ ആരംഭത്തിൽ. അൽ ബസ്മല എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന് ചുരുക്കി പറയുന്നതാണ്. ഇതുപോലെ അൽഹംദല എന്ന് പറയും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതിന്. അതുപോലെ അൽ ഹൗഖല എന്ന് പറയും, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് പറയുന്നതിൽ. ഇങ്ങനെ ചില ചുരുക്ക പേരുകൾ അറബിയിൽ ചില വാക്കുകൾക്കുണ്ട്, ചില സെന്റൻസുകൾക്കുണ്ട്. ഏതായാലും ആദ്യത്തിൽ ബിസ്മി എഴുതുക എന്നുള്ളത് അറബി ഭാഷയിൽ എഴുതുന്ന ലെറ്ററുകളുടെ ഒരു പ്രത്യേകതയാണ്. വത്തഹാനി ബിസ്സലാം അതുപോലെ തന്നെ ആശംസ അറിയിക്കുക സലാം കൊണ്ട്. അത്തഖ്ലീദിയ സാധാരണയുള്ള അൽ ഇസ്ലാമിയ ഇസ്ലാമിക അഭിവാദന രീതിയായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ള വാചകം കൊണ്ട് ആശംസ അറിയിക്കുക എന്നുള്ളത് കത്തിന്റെ ഒരു രീതിയായി അനുവർത്തിക്കപ്പെട്ടു പോരുന്നൊരു കാര്യമാണ്. വ ഇൽഖാഉൽ അദ്ഇയ അതുപോലെ തന്നെ ദുആ ചെയ്യുക ലിൽ മുറാസിലി ഇലൈഹി കത്ത് അയക്കപ്പെടുന്ന ആളിലേക്ക്. വഅദാഉ ദുആഇ ദുആ ചെയ്യുക ഫി നിഹായത്തിൽ റിസാല കത്തിന്റെ അവസാനത്തിൽ. അത് ഒരു സംസ്കാരമായി, അങ്ങനെ ഒരു രീതിയായി അതോടുകൂടിയ കത്ത് പൂർണ്ണമാകൂ എന്നുള്ള രൂപത്തിൽ അതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് പ്രത്യേകത ഉള്ളതായിട്ട് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. വൽ ഖിതാബുൽ മുനാസിബ് യോജിച്ച സംസാരം ബിമകാനത്തിൽ മുറാസിലി ഇലൈഹി അയക്കപ്പെടുന്ന ആളുടെ സ്ഥാനത്തിനും മാനത്തിനും അനുസരിച്ച്. മിനസ്സിയാദ ചിലപ്പം ഇല സയ്യിദ് എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. വൽ ഫളീല അല്ലെങ്കിൽ ഇൽ ഫളീലത്തി അഷ്ശൈഖ് എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. അല്ലെങ്കിൽ വസ്സമാഹ സമാഹത്ത് അഷ്ശൈഖ് അദ്ദുക്തൂർ അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. വൽ ഫഖാമ അല്ലെങ്കിൽ ഫഖാമത്തിനെ പറ്റി. വസ്സആദ അല്ലെങ്കിൽ സആദത്ത് അഷ്ശൈഖ് എന്ന് പറഞ്ഞുകൊണ്ട്. വസ്സുമൂവ് അല്ലെങ്കിൽ സുമൂവ് അഷ്ശൈഖ് മആലി അസ്സഫീർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും കത്തുകൾ തുടങ്ങുക. വഗൈറുഹ അവയല്ലാത്ത മറ്റ് അനേകം അഭിസംബോധന രീതികൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അറബിയിലുള്ള കത്തുകൾ ആരംഭിക്കുക, പ്രാരംഭം കുറിക്കുക. വനറ താരീഖ് വസ്മൽ മക്കാൻ ഡേറ്റ് നമ്മൾ കാണും. അതുപോലെ തന്നെ ഇസ്മുൽ മക്കാൻ സ്ഥലത്തിൻ്റെ പേരും. വൽ ബിദായ വൻ നിഹായ ഫിൽ ബിദായ എന്നായിരിക്കും അവിടെ വേണ്ടത്. എഴുത്തിൽ തെറ്റുണ്ട്. ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രത്യേകത ചിലയിടത്തൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട്, നമുക്ക് വായിച്ചാൽ മനസ്സിലാകാത്ത രീതിയിൽ. ഫിൽ ബിദായത്തി വൻ നിഹായ എന്നായിരിക്കും തുടക്കത്തിലും അവസാനത്തിലും. അല്ലെങ്കിൽ വൽ ബിദായത്തു വൻ നിഹായത്തു തുടക്കവും ഒടുക്കവും. ഓക്കെ. വഹാദ വാജിബുൻ ഫിർ റസായിലി തിജാരിയ അവർ റസ്മിയ. റസ്മിയ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ള. അപ്പോൾ ഔദ്യോഗിക കത്തിടപാടുകളിലും ബിസിനസ് കത്തിടപാടുകളിലും ഇത് നിർബന്ധമാണ്. ഏത്? ഡേറ്റും സ്ഥലവും ഒക്കെ കൊടുക്കൽ. വലം യകു വാജിബൻ അത് നിർബന്ധമായിരുന്നില്ല ഫിർ റസായിലി ശഖ്സിയ പേഴ്സണൽ ലെറ്റേഴ്സുകളിൽ. കർറിസാലത്തി ഏതുപോലെ കത്തിടപാട് പോലെ. ബൈനൽ അഖ്രിബ ബന്ധുക്കൾക്കിടയിലുള്ള. വല്ലസ്ദിഖ കൂട്ടുകാർക്കിടയിലുള്ള. ഫർ റസായിലു തിജാരിയ ബിസിനസ് ലെറ്ററുകൾ ലാസിമുൻ നിർബന്ധമാണ്. അൻ യകൂന ഉണ്ടായിരിക്കൽ ലഹ അവക്ക് റഅ്സുർ റിസാല മെസ്സേജിൻ്റെ ഒരു ഹെഡർ ഉണ്ടായിരിക്കണം. ഒരു തലക്കെട്ട് ടൈറ്റിൽ ഉണ്ടായിരിക്കണം. വഅൻ യകൂന ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. തഹ്തഹ അതിന് താഴെ ഖാതമുൽ മുഅസ്സസ ഏത് ബിസിനസ് സ്ഥാപനമാണോ അത് അയക്കുന്നത് അതിൻ്റെ സീല് ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് പറയാൻ പോകുന്നത്, ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു തുടക്കമാണ് പറഞ്ഞത്. ഇനി പറയുന്നത് യുംകിനു സാധ്യമാണ്. തഖ്സീമുർ റസായിൽ ലെറ്ററുകളെ വിഭാഗീകരിക്കൽ അല്ലെങ്കിൽ വേർതിരിക്കൽ. ഇലാ സലാസത്തി അൻവാഇൻ മൂന്ന് വിഭാഗത്തിലേക്ക്. റഈസത്തിൻ പ്രധാനപ്പെട്ട. ഹിയ അവ ഏതൊക്കെയാണെന്ന് ഇവിടെ ചിത്രം വരച്ച് കാണിച്ചിട്ടുണ്ട്. അൻവാഉർ റസായിൽ കത്തുകളുടെ വിഭാഗങ്ങൾ. ഒന്നെന്താണ്? അർ റസായിലു ഷഖ്സിയ പേഴ്സണൽ ലെറ്റേഴ്സാണ്. രണ്ട് അർ റസായിലുൽ ഇദാരിയ വൽ ഹുകൂമിയ ഗവൺമെൻറ് ഒഫീഷ്യൽ ലെറ്റേഴ്സാണ്. മൂന്നാമത്തേത് അർ റസായിലു തിജാരിയ ബിസിനസ് ലെറ്റേഴ്സാണ്. പേഴ്സണൽ ലെറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യം അർ റസായിലു ഷഖ്സിയ. ഹിയ അവ അർ റസായിലുൽ മുതബാദില പരസ്പരം കൈമാറുന്ന കത്തിടപാടുകളാണ്. ബൈനൽ അഫ്രാദ് ഓരോ വ്യക്തികൾക്കിടയിൽ. അഖാരിബാകാം, അസ്ദിഖ ആകാം,
ലിത്തഅബീരി അറിയിക്കുന്നതിന് വേണ്ടി, അനി തവാസുലി അവിടെ ഒരു സ്പേസ് വിടാൻ വിട്ടുപോയിട്ടുണ്ട്, അത് നമ്മൾക്ക് അന്നാലി തവാസുലി എന്നൊക്കെ വായിക്കേണ്ടി വരും. പറഞ്ഞില്ല, ചില ടൈപ്പിംഗ് മിസ്റ്റേക്കുകളുണ്ട്, ചിലയിടത്തൊക്കെ നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നില്ല. ഓക്കെ, അനി തവാസുലി പരസ്പരം കണക്ട് ചെയ്യുന്നതിന്, വൽവുദ്ദി സ്നേഹം, അൽ മുഷാറക പങ്കെടുക്കുന്നതിന് വേണ്ടി, ഫിൽ അഫ്രാഹി സന്തോഷങ്ങളിൽ, വൽ അഹ്സാനി സങ്കടങ്ങളിൽ, വതൻതവി ഇത് ഉൾക്കൊള്ളുന്നു, അലാ ദിഫ്ഇൻ ആതിഫിൻ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു വികാരത്തിന്റെ മേൽ, വതുസാഗു ഇത് ഉൾക്കൊള്ളുന്നു, ബി ഉസ്ലൂബിൻ ബസീത്തിൻ ലളിതമായ ശൈലിയിൽ, വമുഹബ്ബബിൻ സ്നേഹത്തോടു കൂടിയുള്ള, ബി അൻമാത്തിൻ വഅഷ്കാലിൻ മുഖ്തലിഫ വ്യത്യസ്തമായ കെട്ടുകളോടും മട്ടുകളോടും കൂടി, വഹിയ അവ അതായത് പേഴ്സണൽ ലെറ്റേഴ്സ്, അൻവാഉൻ കസീറത്തുൻ ഒരുപാട് വിഭാഗമുണ്ട്, ബിഹസ്ബിൽ മുനാസബാത്ത് യോജിച്ച സന്ദർഭങ്ങൾക്കനുസരിച്ച്, അല്ലത്തി എങ്ങനെയുള്ള സന്ദർഭങ്ങൾ, തുർസലു മിൻ അജ്ലിഹ അതിന്റെ പേരിലാണ് നമ്മൾ ആ കത്തയക്കുന്നത്, അങ്ങനെയുള്ളതിനനുസരിച്ച് അതിന്റെ കെട്ടും മട്ടും ഭാവവും ഒക്കെ മാറും. വഅഹമ്മു അൻവാഇഹ അവയുടെ വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് റസായിലുത് തഹ്നിഅത്തി വൽ ഇത്മിനാൻ ആശംസ അറിയിച്ചുകൊണ്ട് അയക്കുന്ന ലെറ്ററുകൾ. എന്തെങ്കിലും പരീക്ഷയിൽ ജയിക്കോ, അല്ലെങ്കിൽ പിന്നെ ഫുൾ A+ കിട്ടുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേട്ടം കരസ്ഥമാക്കിയാൽ അവരെ ആശീർവദിച്ച് ആശംസിച്ച് അയക്കുന്നത്. വൽ ഇഖ്ബാരി അറിയിക്കുന്നത്, ലിനബഇൻ ജദീദിൻ പുതിയ എന്തെങ്കിലും ഒരു വാർത്ത, വത്തഅസിയത്തി അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് അറിയിക്കുന്ന വാർത്തകൾ, വൽ ഹുബ്ബി സ്നേഹത്തെക്കുറിച്ച് അറിയിക്കുന്ന ലവ് ലെറ്റേഴ്സ്, വദ്ദഅവതി അതുപോലെ തന്നെ എന്തിനെങ്കിലും ക്ഷണിക്കുന്ന, എന്തെങ്കിലും പരിപാടിയിലേക്കോ അല്ലെങ്കിൽ ഫംഗ്ഷനുകളിലേക്കൊക്കെ ക്ഷണിക്കുന്ന ലെറ്റേഴ്സ്, വശുക്രി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അയക്കുന്നത്, വൽ ഇഅ്തിദാരി കാരണം ബോധിപ്പിച്ചുകൊണ്ട് എനിക്ക് ഇന്നതുകൊണ്ട് ക്ലാസ്സിൽ വരാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട്, വതലബിൽ മുസാമഹ വിട്ടുവീഴ്ച തേടിക്കൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറ്റിപ്പോയി അതുകൊണ്ട് നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, വഗൈരിഹ ഇങ്ങനെ ഇതല്ലാത്തതുമായ ഒരുപാട് ലെറ്റേഴ്സ് ആ വിഭാഗത്തിൽ വരും. രണ്ടാമത്തത് അർ-റസായിൽ അൽ ഇദാരിയ വൽ ഹുകൂമിയ ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താ? അർ-റസായിലുൽ ഇദാരിയ വൽ ഹുകൂമിയ ഒഫീഷ്യൽ ലെറ്റേഴ്സ്, ഗവൺമെന്റ് ലെറ്റേഴ്സ്, ബി അന്നഹ അവയാണ്, കുല്ലുൽ അമാലിൽ കിതാബിയ എല്ലാവിധ എഴുത്തുകുത്തുകളും, അല്ലത്തി തഖൂമു ബിഹാ മുനവ്വമാതു വ മുഅസ്സസാതു ദൗല സ്റ്റേറ്റിന്റെ, രാഷ്ട്രത്തിന്റെ, രാജ്യത്തിന്റെ സംഘടനകളും ഓർഗനൈസേഷൻസും അതുമായി ബന്ധപ്പെട്ട പിന്നെ കാര്യങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ട സംഘടനകളും ഓർഗനൈസേഷൻസും ഒക്കെ ചെയ്യുന്ന എല്ലാവിധ എഴുത്തുകുത്തുകൾക്കും ഇങ്ങനെ നമ്മൾ പേര് വിളിക്കും. അവിടുന്ന് അതിനുശേഷം പിന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല, അവിടെ എന്തോ ഒരു കെട്ടിപ്പിണക്കമുണ്ട്, ബിഗയ്യത്തിൽ ഇത്തിസ്വാലി എന്നുള്ളത് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല. ഓക്കെ, ആ വരി കഴിഞ്ഞിട്ട് അതിനുശേഷം അതായത് ആ വരിയിൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്, സാമൂഹിക സംഘടനകളും അതുപോലെ തന്നെ പൊതുവായതും പ്രത്യേകമായതുമായ എല്ലാവിധ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾക്കും എഴുത്തുകുത്തുകൾക്കും ഒക്കെ അർ-റസായിലുൽ ഇദാരിയ അല്ലെങ്കിൽ അർ-റസായിലുൽ ഹുകൂമിയ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വയുംകിനു സാധ്യമാണ്, തഖ്സീമുർ റസായിൽ ലെറ്റേഴ്സിനെ വിഭാഗീകരിക്കൽ, വേർതിരിക്കൽ, ഇദാരിയ വൽ ഹുകൂമിയ ഒഫീഷ്യൽ ലെറ്റേഴ്സിനെ ഇലാ പല വിഭാഗങ്ങളായിട്ട്. അതൊക്കെ അൽ കുത്തുബുർ റസ്മിയ ഒഫീഷ്യൽ ലെറ്റേഴ്സ്, അൽ ബലാഗാത്ത് ബലാഗാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓക്കെ, അൽ ബലാഗാത്ത് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടുകൾ, അത്തആമീം എന്ന് പറഞ്ഞാൽ സർക്കുലറുകൾ, അത്തആമീം സർക്കുലറുകൾ, വത്തഖാരീർ ഓർഡറുകൾ, അൽ അവാമിറുൽ ഇദാരിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറുകൾ, അൽ ഖറാറാത്ത് അൽ ഇദാരിയ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ്, ഒരു മിനിറ്റ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രിപ്പയർ ചെയ്തപ്പം, അൽ ഖറാറാത്ത് അൽ ഇദാരിയ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ്. ഓക്കെ, അൽ മറാസീം ഉത്തരവുകൾ, അൽ ഖവാനീൻ നിയമങ്ങൾ എന്നിങ്ങനെ നിയമവുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. അടുത്തത് പ്രധാനമായ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട റസായിലു തിജാരിയ ബിസിനസ് ലെറ്ററുകളാണ്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ
മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ടും പറയണം. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ക്ലാസ് എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.